പ്രിയ കുട്ടികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് രണ്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46-ലെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4 and 8 ഓൺ എ ക്ലോക്ക് ഫേസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. How many equilateral triangles can we make by joining the numbers on a clock face? ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചാണ് ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ത്രികോണത്തിന് ABC എന്ന് പേര് കൊടുക്കാം, കേന്ദ്രത്തിന് O എന്നും. ഈ ത്രികോണത്തിൻ്റെ 2 മൂലകളായ വെർട്ടെക്സുകളായ എയും ബിയും അഗ്രഭാഗമായി വരുന്ന ഒരു ചാപമാണ്, ആർക്കാണ് ഈ ചാപം AB എന്നുള്ളത്. ഈ ചാപത്തിൻ്റെ 2 അഗ്രങ്ങളായ എയും ബിയും വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ AOB എന്നുള്ളത്. ചാപം AB-യുടെ അഗ്രബിന്ദുക്കൾ ഈ ചാപത്തിലല്ലാതെ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ ACB എന്നുള്ളത്. ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ആ ചാപം മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഈ കോൺ അറിയാമെങ്കിൽ നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കാം, കാരണം ഈ കോണിന്റെ പകുതിയായിരിക്കും. AB എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ അറിയാൻ 4 നിന്നും 8 വരെയുള്ള ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയാണെന്ന് നമുക്കറിയണം. അതറിയാൻ തുടർന്ന് വരുന്ന ഓരോ 2 സംഖ്യകൾക്കും ഇടയ്ക്കുള്ള കേന്ദ്രകോൺ എത്രയാണെന്ന് അറിയണം. ഓരോ സംഖ്യയെയും കേന്ദ്രകോണവുമായി യോജിപ്പിച്ചാൽ ക്ലോക്കിലെ 12 സംഖ്യകളെയും കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ അടുത്തടുത്ത് വരുന്ന സംഖ്യകൾക്കിടയ്ക്കുള്ള കോണുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഈ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോൺ 360 ഡിഗ്രിയാണ്. ആ 360-നെ 12 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നതാണ് ഈ ഓരോ കോണും. 2 സംഖ്യകൾക്കിടയ്ക്കുള്ള കേന്ദ്രകോൺ എന്നുള്ളത് 360-നെ 12 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ 12 36-ൽ 3 പ്രാവശ്യം 0 സമം 30. അപ്പോൾ അടുത്തടുത്തുള്ള ഈ 2 സംഖ്യകൾക്കിടയ്ക്കുള്ള ഓരോ കോണുകളും 30 ഡിഗ്രിയാണ്. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് 1 30, 2 30, 3 30, 4 30 ആണുള്ളത്. AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ 4 × 30 സമം 120. AB എന്ന ചാപത്തിൻ്റെ ഈ 2 അഗ്രങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഈ കേന്ദ്രകോൺ എന്നുള്ളത് 120 ആണ്. അതുകൊണ്ട് ആ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എന്നുള്ളത് 120-ന്റെ പകുതിയാണ്. ഇത് 60 ആണ്. ചാപം AB-യുടെ കേന്ദ്രകോൺ നമുക്ക് 120 ആണെന്ന് കിട്ടി. അത് കിട്ടിയത് ഈ തുടർന്ന് വരുന്ന 2 സംഖ്യകൾക്കിടയ്ക്കുള്ള കേന്ദ്രകോൺ നമുക്ക് 30 ആണെന്ന് കിട്ടി. അതിന് കാരണം ഈ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണിൻ്റെ അളവിൻ്റെ തുക 360 ആണ്. അത് 12 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചപ്പോൾ 360/12 സമം 30. അപ്പോൾ അടുത്തടുത്തുള്ള 2 സംഖ്യകൾക്കിടയ്ക്കുള്ള കേന്ദ്രകോണുകൾ 30 വീതമാണ്. അപ്പോൾ AB എന്ന ചാപം ഈ ബിയിൽ നിന്ന് 1 30, 2, 3, 4 30 ആണ്. അപ്പോൾ 4 × 30 ആണ് 120. അപ്പോൾ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണിൻ്റെ പകുതിയാണ് ഈ ചാപം മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. ഇത് 120 ആയതുകൊണ്ട് ഈ കോൺ 60 ഡിഗ്രിയാണ്. അതിൻ്റെ കാരണം ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. ഇനി ത്രികോണത്തിൻ്റെ ഈ 2 വെർട്ടെക്സുകൾ മൂലകൾ എടുക്കാം, CB എന്നുള്ളത്. അപ്പോൾ BC എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ 1, 2, 3 30 ആണ്. 3 × 30 ഈ കേന്ദ്രകോൺ 90 ഡിഗ്രി. BC എന്ന ചാപത്തിന്റെ ഈ 2 അഗ്രബിന്ദുക്കൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് 90 ഡിഗ്രി. ഇനി BC എന്ന ഈ ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ ഒരു കോണാണ്. ഈ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോൺ 45 ഡിഗ്രി. അപ്പോൾ കോൺ A സമം 90-ന്റെ പകുതി 45. അപ്പോൾ ഈ കോൺ 45 ഡിഗ്രിയാണ്. ഇനി ത്രികോണത്തിന്റെ 2 കോണുകൾ കിട്ടിയാൽ മൂന്നാമത്തെ കോൺ 180-ൽ നിന്ന് ഈ 2 കോണുകൾ കുറച്ചാൽ മതി. അപ്പോൾ കോൺ B സമം 180 മൈനസ് 45-ഉം 60-ഉം കൂടെ കൂട്ടിയത് 180-ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് 105 സമം 75. ത്രികോണത്തിൻ്റെ കോണുകൾ കോൺ A 45, കോൺ B 75, കോൺ C 60. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഈ ക്ലോക്കിലെ സംഖ്യകൾ തമ്മിൽ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ കോണുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഈ ഓരോ കോണുകളും 60 ഡിഗ്രി വീതമാവണം. എല്ലാ കോണുകളും 60 ഡിഗ്രി ആവണം.
അപ്പോൾ ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഈ കോൺ 60 ഡിഗ്രി വരണമെങ്കിൽ ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 120 ആവണം. അതേപോലെ ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണും 120 ആവണം. ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണും 120 ആവണം. നമുക്ക് സമഭുജ ത്രികോണം ഈക്വലാറ്റർ ട്രയാങ്കിൾ 12ൽ നിന്ന് തുടങ്ങാം. അപ്പോൾ കേന്ദ്രകോൺ 120 ആണ് വരേണ്ടത്. അപ്പോൾ സംഖ്യകൾക്കിടയ്ക്കുള്ള അകലം 4 വരണം. 2ലാണ് ത്രികോണത്തിൻ്റെ ഒരു വെർട്ടെക്സ് മൂല വരുന്നതെങ്കിൽ അടുത്ത വെർട്ടെക്സ് 12ൽ നിന്ന് 1, 2, 3, 4ലേക്ക് വരണം. കാരണം 2 സംഖ്യകൾക്കിടയ്ക്കുള്ള കേന്ദ്രകോൺ 30 വീതമാണ്. അപ്പോൾ ഇത് 1 30, 2 30, 3 30, 4 30, 4 30 120. അപ്പോൾ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ നമുക്ക് 120 ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ എതിർചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ നമുക്ക് 120ൻ്റെ പകുതിയായ 60 കിട്ടും. അപ്പോൾ 12 ഒരു മൂലയെങ്കിൽ അടുത്തത് 4 ആയിരിക്കണം. ഇനി 4ൽ നിന്ന് 1, 2, 3, 4. പിന്നെ അടുത്ത മൂല 8ലായിരിക്കണം. 4ഉം 8ഉം കൂടെ യോജിപ്പിക്കാം. ഇനി 12ലേക്ക് തന്നെ തിരിച്ച് യോജിപ്പിക്കാം. അത് സ്വാഭാവികമായും ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് ഒരു സമഭുജ ത്രികോണം കിട്ടി. ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 1, 2, 3, 4 30 ആണ്. 4 30 എന്നുള്ളത് 120. ഈ കേന്ദ്രകോൺ 120 ആയതുകൊണ്ട് ഈ കോൺ 60 ആണ്. അതേപോലെ ഇവിടെ 1, 2, 3, 4 30. ഇവിടെയും 120. 4 30 എന്നുള്ളത് 4 × 30 120. ഈ കോൺ 60 ആണ്. മൂന്നാമത്തെയും 1, 2, 3, 4 ഇവിടെയും 120 ആണ്. ഇതും 60 കിട്ടി. അപ്പോൾ നമുക്ക് ഒരു സമഭുജ ത്രികോണം ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. അത് നമ്മൾ തുടങ്ങിയത് 12ൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇനി നമുക്ക് 1ൽ നിന്ന് തുടങ്ങാം. കേന്ദ്രകോൺ 120 ആവണം. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4 ഇവിടെയാണ്. അപ്പോൾ 1ഉം 5ഉമാണ് ഇനി യോജിപ്പിക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് വീണ്ടും 4 എടുത്താൽ 1, 2, 3, 4 ഇവിടെ 9ലാണ് എത്തുക. അപ്പോൾ അടുത്ത സമഭുജ ത്രികോണം ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണിത്. ഇത് രണ്ടാമത്തെ സമഭുജ ത്രികോണം. ഇനി അടുത്തത് നമുക്ക് 2ൽ നിന്ന് തുടങ്ങാം. 1, 2, 3, 4 6ലാണ്. അപ്പോൾ 2ഉം 6ഉം തമ്മിൽ യോജിപ്പിക്കുക. ഇനി 1, 2, 3, 4 10ലാണ്. 6ഉം 10ഉം. ഇനി 10ൽ നിന്ന് തിരിച്ച് 2ലേക്ക് തന്നെ. അപ്പം നമ്മുടെ മൂന്നാമത്തെ സമഭുജ ത്രികോണം ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇനി 3ൽ നിന്ന് തുടങ്ങാം. 1, 2, 3, 4 7ലാണ്. 7ഉം 3ഉം. ഇനി 7ൽ നിന്ന് 1, 2, 3, 4 11ലേക്ക്. ഇനി 11ൽ നിന്ന് തിരിച്ച് 3ലേക്ക്. ഇപ്പം നമുക്ക് നാലാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണം കിട്ടി. ഇനി നമുക്ക് ഈ 4ൽ നിന്ന് തുടങ്ങാം. പക്ഷേ 4ൽ നിന്ന് തുടങ്ങുമ്പോൾ 1, 2, 3, 4 ഈ മൂലയും വീണ്ടും അവിടെ നിന്ന് 1, 2, 3, 4 12ലാണ്. അപ്പോൾ ഈ ഒരു ത്രികോണം നമ്മൾ നേരത്തെ വരച്ചതാണ്. അപ്പോൾ നമ്മൾ 4ൽ നിന്ന് തുടങ്ങുന്ന ത്രികോണം എന്നുള്ളത് 12ൽ നിന്ന് തുടങ്ങി നമ്മൾ ആദ്യം വരച്ച സെയിം ത്രികോണമാണ്. അപ്പോൾ ഇനി 5ൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഈ ത്രികോണവും നമ്മൾ 2ൽ നിന്ന് തുടങ്ങിയ ത്രികോണമാണ്. ഇതും ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. അതേപോലെ ഈ ത്രികോണവും തുടർന്നുള്ള എല്ലാ ത്രികോണങ്ങളും അതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സെയിം ത്രികോണങ്ങളാണ്, സെയിം ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് സമഭുജ ത്രികോണങ്ങളായി ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ആയി നമുക്ക് 4 ട്രയാങ്കിൾസ് ആണ് ഇവിടെ വരയ്ക്കാൻ സാധിക്കുന്നത്. 12ൽ നിന്ന് തുടങ്ങിയത്, 1ൽ നിന്ന്, 2ൽ നിന്ന്, 3ൽ നിന്ന് തുടങ്ങിയ ആ 4 ത്രികോണങ്ങളാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ത്രികോണം 12, 4, 8 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചാണ് ഒന്നാമത്തെ ത്രികോണം. പിന്നെ 1, 5, 9 ഉപയോഗിച്ചാണ് രണ്ടാമത്തെ. ഇനി 2, 6, 10 ഉപയോഗിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ത്രികോണം വരച്ചത്. 3, 7, 11 ഉപയോഗിച്ചാണ് നമ്മൾ നാലാമത്തെ ത്രികോണം വരച്ചത്. നമുക്ക് 4 സമഭുജ ത്രികോണങ്ങൾ ഈക്വലാറ്റർ ട്രയാങ്കിൾസ് വരയ്ക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡ്രോ എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റേഴ്സ്. പരിവൃത്ത ആരം 3.5 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകൾ 3 മൂലകൾ വൃത്തത്തിലെ 3 ബിന്ദുക്കളാകുമ്പോഴാണ് അത് ത്രികോണത്തിൻ്റെ പരിവൃത്തം സർക്കിൾ ആകുന്നത്.
ആ ബിന്ദുക്കൾ എ ബി സി ആണെങ്കിൽ എ ബി ബി സി സി എ ഇവ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ത്രികോണം കിട്ടും. ഇങ്ങനെ ഈ ത്രികോണത്തിൻ്റെ 3 മൂലകൾ വൃത്തത്തിലെ ബിന്ദുക്കളാകുമ്പോഴാണ് ഇത് ത്രികോണത്തിൻ്റെ പരിവൃത്തമാകുന്നത്. ഒരു സമഭുജ ത്രികോണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കാനുള്ളത്. അതായത് 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമാണ് വരയ്ക്കേണ്ടത്. സമഭുജ ത്രികോണത്തിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, 60 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ആംഗിളും 60 വീതമായിരിക്കും. ഈ ആംഗിളും 60 ആയിരിക്കും. ത്രികോണത്തിൻ്റെ ഈ മൂലകൾ എയും ബിയും അഗ്രബിന്ദുക്കളായി വരുന്ന ഒരു ചാപമാണ് ചാപം എ ബി, ആർക്ക് എ ബി എന്നുള്ളത്. ഈ ചാപത്തിൻ്റെ ഈ 2 അഗ്രബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ഈ ഒരു ആംഗിൾ. ഈ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബി എന്നുള്ളത്. ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് ചാപം വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഈ കോൺ 60 ഡിഗ്രി ആവണമെങ്കിൽ ഈ കോൺ 120 ആവണം. അതേപോലെ ബി സി എന്ന ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഈ കോണാണ്. ഈ കോൺ 60 ആവണമെങ്കിൽ ഈ കോൺ അതിൻ്റെ ഇരട്ടിയായ 120 ആവണം. അപ്പോൾ ഈ എ സി എന്ന ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 120 ആണെങ്കിൽ ആ ചാപം വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന എ ബി സിയും 60 ആവും. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കോൺ 360 ആണ്. അത് 3 തുല്യ കോണുകളായി 120 വീതം ഭാഗിച്ച് ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സമഭുജ ത്രികോണം. ത്രികോണത്തിൻ്റെ തന്നിട്ടുള്ള കോണുകൾ 60 വീതമാണ്. സമഭുജ ത്രികോണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ത്രികോണത്തിൻ്റെ കോണുകൾ 60 ആവുന്നത്. നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ കോണുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമാനമായിട്ടുള്ള കേന്ദ്രകോണുകളാണ്. കേന്ദ്രകോൺ ഈ കോണിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ 120 വീതമാണ് നമ്മൾ കേന്ദ്രത്തിൽ എടുക്കേണ്ടത്, നമ്മൾ കേന്ദ്രത്തിൽ ഭാഗിക്കേണ്ടത്. കൃത്യമായ അളവിൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം വരയ്ക്കാം. പരിവൃത്ത ആരം സർക്കം റേഡിയസ് എന്നുള്ളത് 3.5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ആരം വരുന്ന ഒരു വൃത്തം ആദ്യം വരയ്ക്കാം. 3.5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലിൽ നിന്ന് അളക്കാം. 3.5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വൃത്തം വരയ്ക്കാം. 3.5 സെൻറ്റിമീറ്റർ ആരമായി നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. 3.5 സെൻറ്റിമീറ്റർ ആരത്തിൽ നമ്മളൊരു വൃത്തം വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്കിതിൻ്റെ കേന്ദ്രം 360 ഡിഗ്രി എന്നുള്ളത് 120 വീതം 3 കോണുകളായി ഭാഗിക്കണം. ആദ്യമായി കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കാം. ഈ ബിന്ദുവിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഇത് ത്രികോണത്തിൻ്റെ ഒരു മൂലയാണ്. കേന്ദ്രത്തിൽ 120 എന്ന ആംഗിൾ എടുക്കണം. അതിനായി ഈ മട്ടകോൺമാവിനിയുടെ ഈ സെൻറ്റർ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് ഈ ഒരു ലൈൻ നമ്മൾ വരച്ച ലൈനിൻ്റെ മീതെ ചേർത്ത് വയ്ക്കണം. നമുക്ക് ഇങ്ങോട്ടുള്ള ആംഗിളാണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ നിന്ന് 0യിൽ തുടങ്ങുന്ന റീഡിങ് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ 0ൽ നിന്ന് തുടങ്ങുന്ന 10, 20, 30 അങ്ങനെ 120 ആണ് വേണ്ടത്. 120 എന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ അതിന് നേരെ നമ്മൾ ഈ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. വൃത്തകേന്ദ്രവും ആ ബിന്ദുവുമായി യോജിപ്പിക്കുക. നമുക്ക് വൃത്തം വരയേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അവിടെ വരെ വരച്ചാൽ മതി. ഈ ആംഗിൾ എന്നുള്ളത് 120 ആണ്. ഈ ബിന്ദു ത്രികോണത്തിൻ്റെ 2ാമത്തെ മൂലയാണ്. അതിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് വീണ്ടും 120 എടുക്കണം. അതിന് മട്ടകോൺമാവിനിയുടെ സെൻറ്റർ ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് ആ ലൈൻ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനുമായി ചേർത്ത് വെച്ച് ഇങ്ങോട്ടുള്ള കോണാണ് ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് 0ൽ നിന്ന് തുടങ്ങുന്ന റീഡിങ് വീണ്ടും എടുക്കുക. അങ്ങനെ 120 ആണ് വേണ്ടത്. ഇവിടെയാണ് 120. ആ ബിന്ദു ആ പോയിന്റ് മാർക്ക് ചെയ്യുക, കേന്ദ്രവുമായി യോജിപ്പിക്കുക. ഈ കോണും 120 ആണ്. ഈ പോയിന്റിന് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. നമ്മൾ 2 കോണുകൾ എടുത്താൽ മതി, 3ാമത്തെ ശരിയായിക്കോളൂ. അപ്പോൾ ത്രികോണത്തിൻ്റെ 3 മൂലകൾ വെർട്ടെക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എ ബി സി. ഇനി എ ബി ബി സി സി എ ജോയിൻ ചെയ്യുക. ത്രികോണം എ ബി സി, ചാപം എ ബിയുടെ കേന്ദ്രകോൺ 120 ആണ്. അതുകൊണ്ട് ചാപം മറുചാപത്തിലെ ഈ ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 120ൻ്റെ പകുതിയായ 60 ആണ്. അതേപോലെ ബി സി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ 120, അത് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ ഈ ഒരു കോണും 60 ആണ്. ത്രികോണത്തിൻ്റെ 2 കോണുകൾ 60 വീതമാണ്. അപ്പോൾ 3ാമത്തെ കോൺ 180ൽ നിന്ന് ഈ 2 കോണുകളും കൂടെ കുറച്ചാൽ കിട്ടുന്ന 60 ആണ്. ഇതാണ് പരിവൃത്ത ആരം സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആയ സർക്കിളിലെ സമഭുജ ത്രികോണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 centimeters and 2 of the angles 32.5 degree and 37.5 degree. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക.
ഈ സർക്കം റേഡിയസ് എന്നുള്ളത് പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററാണ്. ത്രികോണത്തിൻ്റെ കോണുകൾ 32.5 ഡിഗ്രി 37.5 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ കോണുകളുടെ സമാനമായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേന്ദ്ര കോണുകൾ സെൻട്രൽ ആംഗിൾ കാണണം. അപ്പോൾ ഈ കോണുകളുടെ ഇരട്ടിയാണ് ഈ കേന്ദ്ര കോൺ സെൻട്രൽ ആംഗിൾ എന്ന് നമുക്കറിയാം. അപ്പോൾ 32യുടെ ഇരട്ടി എന്നുള്ളത് 32ൻ്റെ ഇരട്ടി 64 അരയുടെ ഇരട്ടി 1. അപ്പോൾ 64ഉം 1ഉം 65 ഈ കോണിന് സമാനമായിട്ടുള്ള കേന്ദ്രകോൺ. ഇനി 37യുടെ ഇരട്ടി 37ൻ്റെ ഇരട്ടി 74 അരയുടെ ഇരട്ടി 1. അപ്പോൾ 74ഉം 1ഉം 75. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ 65 ഡിഗ്രി 75 ഡിഗ്രി വീതമാണ് നമ്മൾ ഭാഗിക്കേണ്ടത്. ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ നിന്ന് നമുക്ക് കോമ്പസിൽ അളന്നെടുക്കാം. വൃത്തം വരയ്ക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ ആരമുള്ള റേഡിയസ് ഉള്ള ഒരു വൃത്തമാണ്. കേന്ദ്രകോൺ ഭാഗിക്കുന്നതിനായി ആദ്യം കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കാം. ഇനി കേന്ദ്രത്തിൽ 65 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. അതിനായി മട്ടകോൺമാപിനിയുടെ ഈ സെൻറ്റർ വൃത്ത കേന്ദ്രത്തിൽ വെച്ച് ആ ലൈൻ നമ്മൾ വരച്ച ലൈനുമായി ചേർത്ത് വയ്ക്കുക. ഇങ്ങോട്ടുള്ള ആംഗിളാണ് നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന റീഡിങ് വേണം എടുക്കാൻ. 65 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 0-ൽ നിന്ന് തുടങ്ങി 65 എന്നുള്ളത് ഈ 60നും 70നും നടുക്കുള്ള ഈ ഒരു ബിന്ദുവാണ്, ഈ ഒരു പോയിൻ്റാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ആ ബിന്ദുവിലേക്ക് നമുക്ക് യോജിപ്പിക്കാൻ വൃത്തം വര മതി നമുക്ക്. അപ്പോൾ ഇത് എ എന്നും ഇത് ബി എന്നും കൊടുക്കാം. ഈ കോൺ എന്നുള്ളത് 65 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നിന്ന് കേന്ദ്രകോൺ 75 ഡിഗ്രി അളക്കണം. അതിനായി മട്ടകോൺമാപിനി വീണ്ടും വൃത്തകേന്ദ്രത്തിൽ വയ്ക്കുക. ആ ലൈൻ നമ്മളിപ്പോൾ വരച്ച ലൈനുമായി ചേർത്ത് വയ്ക്കുക. ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന റീഡിങ് എടുക്കുക. 75 നമുക്ക് വേണ്ടത്. 70നും 80നും നടുക്കുള്ള ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കാം. വൃത്തം വരെ വരച്ചാൽ മതി. അപ്പോൾ ഈ കോൺ എന്നുള്ളത് 75 ഡിഗ്രിയാണ്. നമുക്ക് ത്രികോണത്തിൻ്റെ 3ാമത്തെ മൂലയും കിട്ടി, സി എന്നുള്ളതാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ 3 മൂലകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, എ ബി സി. ഇനി എ ബി ബി സി സി എ യോജിപ്പിച്ചാൽ മതി. ത്രികോണത്തിൻ്റെ മൂലകൾ എ ബി ബി സി സി എ യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണമാണ് കിട്ടിയത്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ത്രികോണങ്ങളാണ് കാണാറ്. പക്ഷേ ഈ ത്രികോണം വൃത്തത്തിൻ്റെ ഒരു പകുതി ഭാഗത്തേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ കോണുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എ ബി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് 65 എന്ന് എടുത്തിട്ടുള്ളത്. എ ബി എന്ന ചാപം വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എന്നുള്ളത് എ സി ബി ആണ്. അപ്പോൾ ഇത് 65 ആണെങ്കിൽ കോൺ എ സി ബി എന്നുള്ളത് 65ൻ്റെ പകുതിയായിട്ടുള്ള 32.5 ഈ ഒരു കോണാണ്. അതേപോലെ ബി സി എന്ന ചാപമാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കോണാണ് നമ്മൾ 75 എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബി സി എന്ന ചാപം വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എന്നുള്ളത് ബി എ സി ആണ്. അപ്പോൾ ഈ 75ൻ്റെ പകുതിയായ 37.5 ഈ ഒരു കോണാണ്. നമുക്ക് 3ാമത്തെ കോണൊന്ന് നോക്കാം. 3ാമത്തെ കോൺ എന്നുള്ളത് ഈ എ സി എന്ന ചാപം അതിൻ്റെ എതിർചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്നതാണ്. ഈ എ സി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നുള്ളത് ഈ 2 കോണുകളും കൂടെ കൂട്ടിയത് 360ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 65 + 75 എന്നുള്ളത് 5 5 10 1 7 7 14. ഈ 2 കോണുകൾ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 140 കിട്ടുന്നത്. അത് 360ൽ നിന്ന് 140 മൈനസ് ചെയ്താൽ 0 2 3ൽ നിന്ന് 1 പോയാൽ 2. അപ്പോൾ ഈ കോൺ എന്നുള്ളത് 220 അതിൻ്റെ പകുതി ആയിട്ടുള്ള 110 ഈ കോണിൻ്റെ അളവ്. ഈ 3 കോണുകളും കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 37 32 7 2 9 3 3 6 പ്ലസ് അരിം 1 അപ്പോൾ സമം 70 ഈ 2 കോണുകൾ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 180ൽ നിന്ന് 70 മൈനസ് ചെയ്താൽ 110. ആ കോണാണ് ഈ 3ാമത്തെ കോൺ. ചാപം എ സി വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന 220ൻ്റെ പകുതി. ഈ 110 എന്നുള്ളത് ഒരു ബൃഹത് കോണാണ്. 90നേക്കാളും വലിയ കോണുകളെയാണ് നമ്മൾ ബൃഹത് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഒരു കോൺ ഇങ്ങനെ ബൃഹത് കോൺ ആയതുകൊണ്ടാണ് ഈ ത്രികോണം വൃത്തത്തിൻ്റെ ഒരു ഭാഗത്തേക്കായി ഇങ്ങനെ മാറിയത്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് 3 സെൻറ്റിമീറ്റർ സർക്കം റേഡിയസ് വരുന്ന വൃത്തത്തിലെ നമുക്ക് തന്നിട്ടുള്ള കോണുകളുള്ള ത്രികോണം. 4th question. In the picture, a semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter.
Prove that a line joining the point where the semicircles meet to any point on the larger semicircle is bisected by the smaller semicircle. ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇവിടെ നമുക്ക് രണ്ട് അർദ്ധവൃത്തങ്ങളുണ്ട്. ഒന്ന് വലിയ അർദ്ധവൃത്തമാണ്, ഒന്ന് ചെറിയ അർദ്ധവൃത്തമാണ്. ഈ വലിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ഈ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം, അല്ലെങ്കിൽ വലിയ അർദ്ധവൃത്തത്തിൻ്റെ ആരത്തിൻ്റെ പകുതിയാണ് ഈ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ ആരം. ഈ രണ്ട് അർദ്ധവൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഒരു ബിന്ദുവിൽ നിന്ന് വലിയ അർദ്ധവൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ഒരു വരയാണ് ഈ ഒരു വര. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ചെറിയ അർദ്ധവൃത്തം ഈ വരയെ സമഭാഗം ചെയ്യുന്നു, തുല്യമായി ഭാഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വര എ ബിയും അർദ്ധവൃത്തവുമായി കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു പിയുമാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് പി എന്ന ബിന്ദു എ ബിയെ സമഭാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ പി എ ബിയുടെ മധ്യബിന്ദു ആണ്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. വൃത്തകേന്ദ്രം നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഈ ഒ പി എന്നീ ബിന്ദുക്കൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഒ എന്നുള്ളത് വലിയ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. എ ബി എന്ന വര ഈ അർദ്ധവൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് പി. നമ്മൾ ഒ പി എന്നുള്ളത് ജോയിൻ ചെയ്തു. ഈ കോൺ ബി പി ഒ എന്നുള്ളത് സെമി സർക്കിളിലെ അർദ്ധവൃത്തത്തിലെ കോണാണ്. സെമി സർക്കിളിലെ ആംഗിൾ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആംഗിൾ ബി പി ഒ 90 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ ബി പി ഒ സമം 90 ഡിഗ്രി, കാരണം അത് അർദ്ധവൃത്തത്തിലെ കോണാണ്, സെമി സർക്കിളിലെ ആംഗിളാണ്. ഈ കോൺ 90 ആയതുകൊണ്ട് ഒ പി എ ബിക്ക് ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാം. ഒരു മുഴുവൻ വൃത്തത്തിൻ്റെ അർദ്ധവൃത്തം മാത്രമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. എങ്കിലും എയും ബിയും എന്നുള്ളത് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ്. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ അഗ്രബിന്ദുക്കളായി വരുന്ന ഈ ഒരു വര എന്നുള്ളത് വൃത്തത്തിലെ ഞാണാണ്, കോഡാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഞാണിലേക്കുള്ള കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ലംബം എന്നുള്ളത് ഞാണിനെ സമഭാഗം ചെയ്യുന്നു, തുല്യമായി ഭാഗിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പി എന്നുള്ളത് എ ബിയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാൻ എ ബിയിലേക്കുള്ള ലംബമാണ് ഈ ഒ പി എന്നുള്ളത്. അതുകൊണ്ട് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് പി എന്നുള്ളത് എ ബിയുടെ മധ്യബിന്ദുവാണ്. ഈ പി എന്നുള്ളതാണ് ഈ ചെറിയ അർദ്ധവൃത്തം, ഈ സ്മോൾ സെമി സർക്കിൾ ഈ വരയുമായി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ അർദ്ധവൃത്തം ഈ എ ബി എന്ന വരയെ ബൈസെക്റ്റ് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. ചലഞ്ചാണ്, ഒഴിവുള്ളപ്പോൾ ട്രൈ ചെയ്യണം. പണ്ടൊരിടത്ത് ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആ കഷ്ടപ്പാടുകൾക്കിടയിൽ അവർ ഒരു താറാവിനെ വളർത്തിയിരുന്നു. ആ താറാവിനെ അവർ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താറാവ് മുട്ടയിടാൻ തുടങ്ങി. കർഷകൻ താറാവിൻ്റെ മുട്ട കണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണ മുട്ടയ്ക്ക് പകരം അതാ ഒരു സ്വർണ്ണമുട്ട കിടക്കുന്നു. ദിവസവും അങ്ങനെ ഓരോ സ്വർണ്ണമുട്ടകൾ ആ താറാവ് കർഷകന് നൽകിക്കൊണ്ടിരുന്നു. അയാൾ ആ സ്വർണ്ണമുട്ടകൾ വിറ്റ് കിട്ടിയ പണം കൊണ്ട് തൻ്റെ വീട് പുതുക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും തുടങ്ങി. ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ വിചാരിച്ചു, ഇങ്ങനെ ദിവസവും ഓരോ മുട്ട കിട്ടുന്നതിന് പകരം ഒരുമിച്ച് കുറേ മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒത്തിരി പണക്കാരാവാമായിരുന്നു. അവർ ഈ കാര്യം തൻ്റെ ഭർത്താവിനെ അറിയിച്ചു. ആ കർഷകനും അത് അംഗീകരിച്ചു. തുടർന്ന് അവരിരുവരും കൂടി ഒരു പദ്ധതിയിട്ടു, താറാവിൻ്റെ വയറ് കീറുക. താറാവിൻ്റെ വയറ് കീറുമ്പോൾ അത് നിറയെ മുട്ടകൾ കാണും. അത് ഒരുമിച്ച് കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാം. അത്യാഗ്രഹികളായി തീർന്ന ആ കർഷകനും ഭാര്യയും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം താറാവിൻ്റെ വയറ് കീറാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം താറാവിനെ പിടിച്ചു ഒരു കത്തി കൊണ്ട് അതിൻ്റെ വയറും കീറി. എന്നാൽ അവർ ഞെട്ടിപ്പോയി. ആ താറാവിൻ്റെ വയറിനകത്ത് സ്വർണ്ണമുട്ടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആകെ ഉണ്ടായിരുന്ന ആ താറാവ് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു. ദിവസവും കിട്ടിയ ഒരു പൊന്മുട്ട മതിയാകാതെ അത്യാഗ്രഹം കാണിച്ച കർഷകനും ഭാര്യയ്ക്കും അങ്ങനെ ഉള്ളതും കൂടി നഷ്ടമായി. നമുക്കും ആഗ്രഹങ്ങൾ നല്ലതാണ്, അതിനനുസരിച്ചുള്ള പരിശ്രമവും കൂടി ആകുമ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ വളരെ ഉയരത്തിലേക്ക് എത്തിക്കും. അതേസമയം അത്യാഗ്രഹം പലപ്പോഴും നമുക്കുള്ളതിനെ കൂടി നഷ്ടപ്പെടുത്തും, ഇല്ലാതാക്കും. ബി പോസിറ്റീവ്. താങ്ക് യു.